UDF സർക്കാരിന്റെ മദ്യനയത്തിൽ UDF-ൽ തർക്കം രൂക്ഷം. അതൃപ്തി പരസ്യമാക്കി VM സുധീരൻ. വിഷയത്തിൽ എക്സൈസ് മന്ത്രി M ലിജു മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്കിൽ നിന്ന് സിജു സുഗതൻ ചേരുകയാണ്. സിജു, ഒരു എക്സൈസ് മന്ത്രിയുടെ ദയനീയമായ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യം പത്രത്തിൽ വായിച്ച് അറിയേണ്ടി വരുന്ന ഒരുപക്ഷെ ആദ്യത്തെ മന്ത്രിയായിരിക്കും M ലിജു. എന്തായാലും അദ്ദേഹം തൻ്റെ പ്രതിഷേധം അറിയിക്കാൻ മുഖ്യമന്ത്രിയെ കാണുന്നുവെന്നാണ് വാർത്ത. വിശദാംശങ്ങൾ. ഇതിൽ ഈ മദ്യനയം മാത്രമല്ല മറ്റു പല വിഷയങ്ങളടക്കം VD സതീശൻ എടുക്കുന്ന ഏകാധിപത്യപരമായ നിലപാടുകൾ അത് കോൺഗ്രസിനെ UDF-നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എക്സൈസ് മന്ത്രി M ലിജു പോലും അറിയാതെയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ച തീരുമാനമെടുത്തത്. ബജറ്റ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അവിടെയാണ് VD സതീശൻ എടുക്കുന്ന ഇടപാടുകളിലെ ദുരൂഹതയെക്കുറിച്ചുള്ള സംശയങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് മന്ത്രിമാർക്ക് തന്നെ ഉയരുകയും ചെയ്യുന്നത്. നിലവിൽ ഈ തീരുമാനത്തിലൂടെ ഒരുപക്ഷെ നികുതി കുറയ്ക്കുന്നതിലൂടെ 600 കോടിയുടെ വരുമാന നഷ്ടമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാവുക. ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യം അവിടെ തന്നെ പ്രസക്തമായി നിൽക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഹോർട്ടിവൈൻ എന്ന തരത്തിൽ പച്ചക്കറി കർഷകരെയും അതോടൊപ്പം തന്നെ പഴത്തിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ LDF സർക്കാർ എന്നൊരു തീരുമാനമെടുത്തിരുന്നു. അതിൽ ഗുണം ലഭിക്കുക ഈ പച്ചക്കറി പഴം കർഷകർക്ക് തന്നെയായിരുന്നു. പക്ഷേ അതിൽ ലക്ഷ്യമിട്ടുകൊണ്ട് അതിൽ ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് അന്നത്തെ കർണാടകയിൽ നിന്നുള്ള ബക്കാടി നിർമ്മിക്കുന്ന ബ്രൂവറി കമ്പനിക്ക് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. അവർക്ക് നികുതി ഇളവ് വേണമെന്ന് പറയുകയും ചെയ്തു. അത് ഒരു തരത്തിൽ നൽകാൻ കഴിയില്ലെന്ന് മാത്രമല്ല ആ കരാർ അത്തരത്തിലൊരു പദ്ധതി തന്നെ പിന്നീട് LDF സർക്കാർ ഉപേക്ഷിക്കുകയും ചെയ്തു. അവിടെയാണ് VD സതീശൻ രംഗത്ത്. അന്ന് VD സതീശൻ പറഞ്ഞത് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഈ സർക്കാർ, അതായത് അന്നത്തെ LDF സർക്കാർ തികച്ചും മദ്യലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹം മദ്യം ഒഴുക്കുകയാണ് സംസ്ഥാനത്തെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ വന്നിരുന്നിട്ട് വീണ്ടും സംസ്ഥാനത്ത് മദ്യവഴി എല്ലാ പെട്ടിക്കടകളിൽ നിന്നും മദ്യം കിട്ടുന്ന തരത്തിലേക്ക്, വീര്യം കുറഞ്ഞ മദ്യം കിട്ടുന്ന തരത്തിലേക്ക് നിലപാടെടുത്ത് പോവുകയും ചെയ്തത്. അതാർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുകയും ചെയ്യുന്നത്. അതിൽ തീർച്ചയായും സ്വാഭാവികമായും M ലിജു എന്ന് പറഞ്ഞ എക്സൈസ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അറിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി അറിയേണ്ടതാണ്. എക്സൈസ് മന്ത്രി ഒരു തീരുമാനമെടുക്കുമ്പോൾ, സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ അവരുടെ കൺസെൻറ്റ്, അവരുടെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ശേഷമായിരിക്കും ഈ തീരുമാനങ്ങളിലേക്ക് വരിക. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണ്? VD സതീശൻ ഏകപക്ഷീയമായി തീരുമാനമെടുത്തിരിക്കുന്നു. അവിടെയാണ് VD സതീശൻ്റെ കർണാടക ലോബിയുമായുള്ള ബന്ധം, മംഗലാപുരം യാത്ര, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരിൽ നിന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നതടക്കമുള്ള ചോദ്യങ്ങളിലൂടെ വരികയും ചെയ്യുന്നത്. ഇത് കൃത്യമായി VM സുധീരൻ അടക്കമുള്ളവർക്ക്, M ലിജു അടക്കമുള്ളവർക്ക് അറിയുകയും ചെയ്യാൻ. ഇവിടെ എന്താണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ VM സുധീരനും എക്സൈസ് മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ തരത്തിൽ മദ്യവിരുദ്ധമായ ഒരു നിലപാടെടുക്കുന്നു. അതായത് ആ തൂഫാൻ എന്ന് പറയുന്ന മയക്കുമരുന്നിനുള്ള പോരാട്ടമായി ആഭ്യന്തരമന്ത്രി പോകുന്നു. M ലിജുവിന് മറിച്ചൊരു സ്റ്റാൻഡാണ്. VM സുധീരൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവും തികച്ചും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് പറയുന്നു. പക്ഷേ VD സതീശൻ ഏകപക്ഷീയമായി ഈ തീരുമാനം മുന്നോട്ട് പോകുമ്പോഴാണ് സംശയങ്ങൾ ഉയരുന്നത്. ആർക്കു വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തത്, ആർക്കു വേണ്ടിയാണ് നികുതി ഇളവ് നൽകിയതെന്നുള്ള ചോദ്യം തന്നെയാണ് പ്രസക്തമായിരിക്കുന്നത്. അന്നത്തെ ഇവിടെ രണ്ട് വിഷയങ്ങളാണ്. അന്ന് LDF സർക്കാർ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ ലക്ഷ്യം കണ്ടിരുന്നത് സംസ്ഥാനത്തെ പഴം പച്ചക്കറി കർഷകർക്ക് പ്രയോജനം ലഭിക്കുക, പുറത്തൊരു കോർപ്പറേറ്റ് ലോബിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മദ്യ വ്യവസായിക്കോ ലാഭം ഉണ്ടാകരുതെന്ന തരത്തിൽ കൂടിയായിരുന്നു. ഇവിടെ എന്താണ്? വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുമ്പോൾ അതിൻ്റെ ലാഭം ഉണ്ടാക്കുന്നത് ഈ മദ്യനിർമ്മാണ കമ്പനികളാണ്. അവിടെയാണ് പ്രതിഷേധം ഉയരുന്നത്. അത് പ്രതിപക്ഷത്തിനേക്കാൾ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചതി തിരിച്ചറിഞ്ഞത് M ലിജുവും അതോടൊപ്പം തന്നെ VM സുധീരനും അടക്കമുള്ളവർ തന്നെയാണ്. അവർ ആദ്യഘട്ടത്തിൽ പ്രതിഷേധം അറിയിക്കുന്നെങ്കിൽ പോലും ഇപ്പോൾ പ്രതിഷേധമായി രംഗത്ത് വരികയാണ്. M ലിജു ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അദ്ദേഹം പ്രതിഷേധം അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷമി, സിജു, ഇപ്പോൾ സ്വാഭാവികമായും ഒരു പുതിയ സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ നയങ്ങളിൽ മാറ്റമുണ്ടാകാം. സ്വാഭാവികമായും അത്തരം തീരുമാനങ്ങളിലേക്ക് ഏതൊരു സർക്കാരിനും പോകാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവിടെ വിഷയം അതല്ലല്ലോ. ഒരു തീരുമാനം, ഒരു മാസം കഴിയുന്ന ഒരു സർക്കാരിന് ഇത്ര അടിയന്തരമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യകത എന്താണ്? ഒന്നാമത്. രണ്ട്, മുന്നണിയിൽ, പാർട്ടിയിൽ, മറ്റ് സാമുദായിക സംഘടനകൾ, ഇങ്ങനെയുള്ള വിവിധ പ്രതിപക്ഷം, ഇവരെല്ലാം കണ്ട് ആലോചിച്ച് അവരുമായി ഒരു സമവായത്തിലെത്തി, അല്ലെങ്കിൽ അവരുമായിട്ട് മിനിമം ചർച്ചയെങ്കിലും നടത്തിയിട്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് പോകണ്ടേ? ഇവിടെ എക്സൈസ് മന്ത്രി പോലും അറിയാതെ ഈ ഒരു തീരുമാനത്തിൽ VD സതീശനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച VM സുധീരനെ പോലും അറിയിക്കാതെ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു? ഷമി, ഇതിനകത്താണ് ഈ VD സതീശൻ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ കുറിച്ച് കൂടി പരിശോധിക്കേണ്ടി വരിക. മിക്കവാറും എല്ലാ വകുപ്പുകളും, ധനകാര്യം, മുഖ്യമന്ത്രി സ്ഥാനം കൂടാതെ ധനകാര്യ വകുപ്പ്,
തുറമുഖത്തിൻ്റെ ചുമതല, നിയമത്തിൻ്റെ ചുമതല അടക്കം മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ വിഴിഞ്ഞം നമുക്കറിയാം ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ നിന്ന് പോർട്ട് സിറ്റിയാക്കി കേരളത്തെ മാറ്റുമെന്നുള്ള അർത്ഥത്തിൽ പ്രഖ്യാപനം നടത്തുകയാണ്. ആർക്കൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക എന്നാണ് പരിശോധിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ്? അതാണ് നേരത്തെ പറഞ്ഞ ചോദ്യം. മദ്യനികുതി കുറച്ചത് ആർക്ക് വേണ്ടിയാണ്? സംസ്ഥാനത്തിൻ്റെ മദ്യനികുതി കൂട്ടിവെക്കുക തന്നെ മദ്യ ഉപഭോഗം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ്. 251% മദ്യത്തിൻ്റെ നികുതി. അത് 120% കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ വില കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ആ വില കുറഞ്ഞ മദ്യം സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു വശത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രി തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിയുമായി മയക്കുമരുന്നിനെതിരെ, ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുമ്പോഴാണ് ഇവിടെ വില കുറച്ച മദ്യം. അതായത് ഒരു സർക്കാരിൽ തന്നെ രണ്ട് നിലപാടുകൾ. ഇവിടെ വി ഡി സതീശൻ എടുത്ത നിലപാടുകളുടെ ഒരു ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യേണ്ടത് എവിടെയാണ്? സ്വാഭാവികമായും ഈ പെട്രോളിൻ്റെയും അതോടൊപ്പം തന്നെ ഡീസലിൻ്റെയും വില കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നികുതി കുറയ്ക്കുക, അതായിരുന്നു ഒരുപക്ഷെ ജനം പ്രതീക്ഷിച്ചത്, വോട്ട് ചെയ്തവർ പ്രതീക്ഷിച്ചത്. മറിച്ച് ഇവിടെ വന്ന് എന്താണ് വി ഡി സതീശൻ ചെയ്യുന്നത്? മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്നു, സംസ്ഥാനത്ത് ഇഷ്ടം പോലെ മദ്യം ലഭ്യമാക്കുക. അങ്ങനെ മദ്യം ലഭ്യമാക്കുമ്പോൾ, നികുതി കുറയ്ക്കുമ്പോൾ അതിൻ്റെ ലാഭം കിട്ടുന്നത് ആർക്കാണ്? കർണാടകയിൽ നിന്നുള്ള മദ്യലോബികൾക്ക്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത് പഴയ പി വി അൻവർ MLA പറഞ്ഞൊരു കാര്യമുണ്ട്. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി 150 കോടി രൂപ മത്സ്യ വണ്ടിയിൽ കൊണ്ടുവന്ന് വി ഡി സതീശൻ നൽകിയെന്ന അർത്ഥത്തിൽ കർണാടക ലോബിയും മംഗലാപുരം യാത്രയും വി ഡി സതീശൻ്റെ നിലപാടുകളും മദ്യ ലോബിക്ക്, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിനും നികുതി കുറയ്ക്കുന്നതുമെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തുന്നതും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് മുൻ എക്സൈസ് മന്ത്രി MB രാജേഷ് ചോദിച്ചൊരു ചോദ്യം, എത്ര കിട്ടി വി ഡി സതീശന്? ആ ചോദ്യം തന്നെയാണ് പ്രസക്തം. അത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതും. ഷമി, തീർച്ചയായും സിജു, ഇതിൽ ഒരു കാര്യം, അതായത് ഈ ഒരു പ്രത്യേകിച്ചും വളരെ സെൻസിറ്റീവ്, കേരളം പോലും സംസ്ഥാനത്ത് വളരെ സെൻസിറ്റീവായ ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ താൻ ഒരു തീരുമാനമെടുക്കുകയും ഇത്തരത്തിൽ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരും എന്നറിയാത്ത ആളല്ല വി ഡി സതീശൻ. അദ്ദേഹത്തിന് അറിയാം സ്വാഭാവികമായും വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടാവും. പക്ഷെ അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താനും അത് ബജറ്റിൽ പ്രഖ്യാപിക്കാനും അദ്ദേഹം തീരുമാനിക്കുന്നു എന്ന് പറയുന്ന അത്ര നിസ്സാരപ്പെട്ട ഒരു സംഭവമായി കാണാൻ കഴിയില്ലല്ലോ സിജു. അതാണ് ഷമി നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഈ സംസ്ഥാന സർക്കാരിൽ ഏകാധിപതിയെ പോലെയാണ് UDF സർക്കാരിൽ വി ഡി സതീശൻ പെരുമാറുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏത് വകുപ്പിൽ, നേരത്തെ നമുക്കറിയാം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടെടുത്ത ചില തീരുമാനങ്ങൾ, ആഭ്യന്തര വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ എടുത്ത നിലപാടുകളൊക്കെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയാതെയാണ്. ഇവിടെ സമാനമായ സാഹചര്യമാണ് എക്സൈസുമായി ബന്ധപ്പെട്ട, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പോളിസി പോലെ തന്നെയാണ്, പോളിസി മാറ്റർ തന്നെയാണ് ഈ മദ്യനികുതി കുറയ്ക്കുക എന്നുള്ളത്. ആ മദ്യനികുതി കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായി അറിയേണ്ടത് ലിജു എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഇത് മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തോ, മുന്നണിയിൽ ചർച്ച ചെയ്തോ ഈ വിഷയങ്ങളൊക്കെ? അതായത് ഇതൊരു പോളിസി മാറ്റർ എന്ന അർത്ഥത്തിൽ തന്നെ വിലയിരുത്തുമ്പോൾ അതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ, ചർച്ച ചെയ്യാതെ വി ഡി സതീശൻ ഏകാധിപത്യപരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അനുരണനങ്ങൾ, പ്രതിഫലനങ്ങൾ, പ്രതികരണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൻ്റെ ആദ്യത്തെ വെടിയാണ് ഇന്നലെ VM സുധീരൻ പൊട്ടിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വി ഡി സതീശൻ നേരിടാൻ പോകുന്ന, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിടാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങളും ചോദ്യശരങ്ങളും തന്നെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തിന് സതീശൻ അങ്ങനെ പോകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, സതീശൻ എങ്ങനെയാണ്, സതീശൻ ഏകാധിപത്യമാണ്, പാർട്ടിയിൽ തന്നെ പിടിമുറുക്കാൻ. നമുക്കറിയാം എങ്ങനെയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയെന്നുള്ള അടക്കമുള്ള വിഷയങ്ങൾ നമുക്കറിയാം. MLA-മാരുടെ പിന്തുണ ഇല്ലാതിരുന്നിട്ട് പോലും വി ഡി സതീശൻ എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി? അവിടെ ലീഗിൻ്റെ അടക്കം പിന്തുണ. ഇപ്പോൾ ലീഗും വി ഡി സതീശനും ഒക്കെ ചേർന്ന് എടുത്തിരിക്കുന്ന നിലപാട്, PM ശ്രീ വിഷയത്തിലടക്കം മൗനം പാലിക്കുന്ന ലീഗിൻ്റെ നിലപാട്, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ചില കരങ്ങളുടെ, ചില കേന്ദ്രങ്ങളുടെ ശക്തിയിൽ വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നു. അത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ UDF-ൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഇടവരുത്തും തന്നെയാണ് പറയേണ്ടി വരിക. ഷമി, നന്ദി സിജു പ്രതികരിച്ചു.